ഹായ് ഹലോ നമസ്കാരം. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു വീട്, അതും 6 സെൻറ്റിൽ 1800ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം, 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. വീട് നിർമ്മിച്ചിരിക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് അരികത്തായി, ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തായി കിഴക്കമ്പലം പഞ്ചായത്തിൽ പഴങ്ങനാട് എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പഴങ്ങനാട് സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ ദൂരം, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ ദൂരവും, ആലുവയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 600-700 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കിഴക്കമ്പലം ടൗണിലേക്ക് 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ഈ വീടിന് ലഭ്യമാണ്. ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായൊരു ബോക്സി മോഡലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. നമ്മുടെ ഈ ലൊക്കേഷൻ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരേ സമയത്ത് തന്നെ 3 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല വിശാലമേറിയ മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശം വിശാലമേറിയ മുറ്റം നൽകിയത് കൊണ്ട് തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 കാറുകൾ, ഒരു കാറ് കവേർഡ് കാർ പാർക്കിങ്ങിലും ഒരു 3 കാറുകൾ വീണ്ടും മുൻവശത്ത് മുറ്റത്തായും പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, അത്യാവശ്യം വിശാലത ഫീൽ ചെയ്യുന്ന ഒരു മുറ്റമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സൈഡ് വശങ്ങളെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു കോർണറിലായി, സൈഡ് വശത്ത് ബാക്ക് വശത്ത് ഒരു കോർണറിലായി വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നൽകിയിരിക്കുന്നു. കിണറും ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KEE കണക്ഷൻ ഓപ്ഷനുമാണ്. ധാരാളം വെള്ളം, ഈ ഏതൊരു വേനൽക്കാലത്തും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ സീറ്റ് ഔട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. കവറിങ് ആയിട്ട് നമുക്ക് മൾട്ടിവുഡിൽ കവറെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു 4-5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാർന്ന കൊത്തുപണികൾ ചെയ്തലങ്കരിച്ച മെയിൻ ഡോറ്, അതും തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ലൊരു ഭംഗിയിലുള്ളൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ രൂപങ്ങളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സ്പേസ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു TV വയ്ക്കാനുള്ള സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു കോമൺ ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള 7 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോയാൽ വിശാലമേറിയൊരു ഡൈനിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 10 പേർ കപ്പാസിറ്റി ഡൈനിങ് യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. കട്ട്ലറി, ക്രോക്കറികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു കോർണറിലായി കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി കിച്ചൺ സൈഡിലേക്ക് പോയാൽ കിച്ചൺ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നൽകിയൊരു കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ കിച്ചൺ, നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടാതെ ഒരു സ്റ്റോർ റൂമും അവൈലബിൾ ആണ്. സ്റ്റോർ റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഷെൽഫുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ഭാഗത്തായി ചെറിയൊരു വർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു ഫിഷ് അല്ലെങ്കിൽ മീറ്റ് എല്ലാം കട്ട് ചെയ്യാവുന്ന ഒരു സ്പേസ് നൽകിയിരിക്കുന്നു.
ബാക്ക് വശത്തായി വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് ഇനിയും അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട് 6 സെൻറ്റിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. 1800ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളെ നിർമ്മിച്ച ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഒരു 12 അടി വീതിയും ഒരു 13 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫൈബർ ഡോറാണ് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടിയോട് കൂടിയ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. സെക്കൻഡ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 12 അടി വീതിയും 14 അടി നീളവുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഗ്രാനൈറ്റും ഹാൻഡ് റെയിലായി സ്റ്റൈൽസിലുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളെല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയൊരു ബെഡ്റൂമും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ആ ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസായ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഒരു 12 അടി വീതിയും 14 അടി നീളവുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലെ ബെഡ്റൂമും ബാത്റൂമും ആണ്, അതേ മോഡലിലെ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു വിശാലമേറിയ ഒരു ബാൽക്കണിയും ഒരു ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിലായി ഒരു ഓപ്പൺ ടെറസും ഈ വീടിന് അവൈലബിൾ ആണ്. 1800ഓളം സ്ക്വയർ ഫീറ്റിലാണ് 6 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ വീട് പർച്ചേസ് ചെയ്യാൻ എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.